2025 ഏപ്രിലിൽ ഇന്ത്യയിലുടനീളം E20 പെട്രോൾ നിർബന്ധമാക്കിയതിനു ശേഷം മൈലേജിനെ കുറിച്ചും വാഹനത്തിന്റെ മോശം പെർഫോമൻസിനെ കുറിച്ചുമുള്ള പരാതികൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. 20% എഥനോൾ അടങ്ങിയ E20 പെട്രോൾ മൈലേജ് കുറയ്ക്കുക മാത്രമല്ല, വാഹനത്തിന് ഇടയ്ക്കിടെ പണി തരുന്നുണ്ട് എന്നും പറയുകയാണ് ലോക്കൽ സർക്കിൾസ് നടത്തിയ പുതിയ സർവേ ഫലം. 2025 ഏപ്രിൽ 1 മുതൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ പമ്പുകൾ വഴി E20 പെട്രോൾ വിൽപ്പന ആരംഭിച്ചു. അതായത് E20 ഇന്ധനം എല്ലായിടത്തും ലഭ്യമാക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചു. എന്നാൽ ഒരു വാഹന ഉടമയ്ക്ക് E20 പെട്രോൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലവിൽ നിയമം വഴി നിബന്ധനയില്ല. ഉപഭോക്താക്കൾക്ക് എഥനോൾ കലരാത്ത പെട്രോൾ ലഭ്യമല്ല എങ്കിൽ പോലും E10 പോലുള്ള മറ്റു മിശ്രിതങ്ങൾ ഉപയോഗിക്കാം. അതേസമയം 2025 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എല്ലാ വാഹനങ്ങളും ഹൈബ്രിഡ് ഉൾപ്പെടെയുള്ളവ E20ക്ക് അനുയോജ്യമായ എഞ്ചിനുകൾ ഉള്ളവയായിരിക്കണമെന്ന വാഹന നിർമ്മാതാക്കൾക്ക് നിബന്ധന നൽകിയിട്ടുണ്ട്. എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് E20 ഇന്ധനം രാജ്യമെമ്പാടും വ്യാപിപ്പിച്ചിരിക്കുന്നത്. 20% എഥനോളും 80% പെട്രോളും അടങ്ങിയതാണ് ഈ പുതിയ ഇന്ധന മിശ്രിതം. പരമ്പരാഗത ഇന്ധനങ്ങളെ ആശ്രയിക്കാതെ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ്, ചോളം തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്നാണ് എഥനോൾ നിർമ്മിക്കുന്നത്. ഈ ഇന്ധനം കത്തുമ്പോൾ സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് കാർബൺ മോണോക്സൈഡ് പോലുള്ള ഹരിത ഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ 50% വരെ കുറയ്ക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നിർണായകമാണ്. എങ്കിലും E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ചില പഴയ വാഹനങ്ങളിൽ മൈലേജ് 6% വരെ കുറയാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. ഈ വെല്ലുവിളി മറികടക്കാൻ വാഹന നിർമ്മാതാക്കൾ E20 കംപ്ലൈന്റ് ആയ വാഹനങ്ങൾ, അതായത് E20ക്ക് അനുയോജ്യമായ എഞ്ചിനുകൾ ഉള്ള വാഹനങ്ങൾ പുതിയ മോഡൽ വിപണിയിൽ എത്തിച്ചു. കൂടാതെ നിലവിലുള്ള പഴയ വാഹനങ്ങൾ എഥനോൾ മിശ്രിതത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ ചില കിറ്റുകൾ ലഭ്യമാക്കുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട്. സർക്കാർ ലക്ഷ്യമിടുന്നത് 2025ഓടെ രാജ്യമെമ്പാടും പൂർണ്ണമായും E20 ഇന്ധനം ലഭ്യമാക്കാനാണ്. ഇത് ഇന്ധന ഇറക്കുമതിക്കായി പ്രതിവർഷം ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ ലാഭിക്കുവാനും സഹായിക്കും. രാജ്യത്തെ 323 ജില്ലകളിലെ 36,000-ലധികം പെട്രോൾ വാഹന ഉടമകളിൽ നിന്നാണ് ലോക്കൽ സർക്കിൾ സർവേക്കായി വിവരങ്ങൾ ശേഖരിച്ചത്. ഇതിൽ 69% പേർ പുരുഷന്മാരും 31% സ്ത്രീകളുമായിരുന്നു. ഒന്നാം നിര നഗരങ്ങളിൽ നിന്ന് 45% പേരും രണ്ടാം നിര നഗരങ്ങളിൽ നിന്ന് 27% പേരും ചെറിയ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമായി 28% പേരുമാണ് സർവേയിൽ പങ്കെടുത്ത് വിവരങ്ങൾ നൽകിയത്. E20 ഇന്ധനം എല്ലാ വാഹനങ്ങൾക്കും സുരക്ഷിതമാണ് എന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ 2023 മുൻപ് വാങ്ങിയ കാറുകളോ ഇരുചക്ര വാഹനങ്ങളോ ഉപയോഗിക്കുന്ന വാഹന ഉടമകൾ പറയുന്നത് തങ്ങളുടെ ഇന്ധന ഉപയോഗം വർദ്ധിച്ചു എന്നാണ്. അതായത് മൈലേജ് കുറഞ്ഞു എന്നതാണ് അർത്ഥമാക്കുന്നത്. 2022 അതിനു മുൻപ് വാങ്ങിയ പെട്രോൾ വാഹന ഉടമകളിൽ 10 പേരിൽ 8 പേരും പറയുന്നത് 2025 വാഹനത്തിന്റെ മൈലേജ് വളരെ കുറഞ്ഞു എന്നാണ്. മൈലേജിനെ കുറിച്ച് പരാതി പറഞ്ഞത് ഓഗസ്റ്റിൽ 67% ആളുകളായിരുന്നുവെങ്കിൽ ഒക്ടോബറിൽ അത് 80% പേരായി മാറി. മൈലേജ് കുറയുന്നത് മാത്രമല്ല, 2022 അതിനു മുൻപോ വാങ്ങിയ പെട്രോൾ വാഹനങ്ങളുള്ള 52% ഉടമകളും അവരുടെ വാഹനത്തിന് ഈ വർഷം അസാധാരണമായ തോതിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പണി കിട്ടുന്നതോ എൻജിൻ, പെട്രോൾ ലൈൻ, ടാങ്ക്, കാർബറേറ്റർ തുടങ്ങിയ പ്രധാന ഭാഗങ്ങൾക്കുമാണ്. ഓഗസ്റ്റിൽ ഇത്തരം അറ്റകുറ്റപ്പണികൾ വരുന്നത് 28% ആയിരുന്നുവെങ്കിൽ ഈ മാസം ഏകദേശം അത് ഇരട്ടിയായിട്ടുണ്ട്. കാറുകൾ സ്റ്റാർട്ട് ആകുന്നില്ല എന്നത് മുതൽ ചെലവേറിയ എൻജിൻ തകരാർ വരെ സംഭവിച്ചുവെന്ന് നിരവധി ഉപഭോക്താക്കൾ ഓൺലൈനിൽ പങ്കുവച്ച തങ്ങളുടെ അനുഭവങ്ങളിൽ പറയുന്നു. എൻജിൻ തകരാറിലായി അറ്റകുറ്റപ്പണികൾക്കായി ഏകദേശം 4 ലക്ഷം രൂപ ചിലവഴിച്ചതായി ചെന്നൈയിലെ ഒരു ആഡംബര കാർ ഉടമ പറയുന്നുണ്ട്. ഉപഭോക്താക്കൾ മാത്രമല്ല, മെക്കാനിക്കുകളും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ധന സംബന്ധമായ പ്രശ്നങ്ങളിൽ 40% വർധനവുണ്ടായെന്ന വിവിധ നഗരങ്ങളിലെ മെക്കാനിക്കുകൾ ലോക്കൽ സർക്കിൾ സർവേയിൽ പറയുന്നു. ഫ്യൂവൽ ഇൻജക്ടർ തകരാറുകൾ, ടാങ്കിൽ തുരുമ്പ് പിടിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളും മെക്കാനിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. E20 ഇന്ധനം ഉപയോഗിച്ചു തുടങ്ങിയ ശേഷം വാഹനങ്ങളുടെ കാര്യക്ഷമത കുറഞ്ഞു എന്നതാണ് ഉപഭോക്താക്കൾ ഉന്നയിക്കുന്ന പ്രധാന പരാതി. പൂർണ്ണമായും 3 വിഷയങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേരിടുന്നത്. പഴയ വാഹനങ്ങളിലും 5% മുതൽ 8% വരെ മൈലേജ് കുറഞ്ഞതായി ഉപഭോക്താക്കൾ പറയുന്നു. എഥനോളിന്റെ കലോറി മൂല്യം പെട്രോളിനേക്കാൾ കുറവായത് ആണ് ഇതിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. E20ക്ക് അനുയോജ്യമല്ലാത്ത വാഹനങ്ങളിലെ റബ്ബർ, പ്ലാസ്റ്റിക് ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഫ്യൂവൽ ലൈനുകളും സീലുകളും പെട്ടെന്ന് കേടാകുന്നു എന്ന പരാതിയും ശക്തമാണ്. എഥനോളിന് ഈ ഭാഗങ്ങൾ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് കാരണം. ചിലപ്പോൾ എൻജിൻ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, സാധാരണ വേഗതയിൽ ലഭിക്കുന്ന പവർ നഷ്ടപ്പെടുന്നു തുടങ്ങിയ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പരാതികളെ കുറിച്ച് പ്രതികരിച്ച എണ്ണ കമ്പനി അധികൃതർ പുതിയ മോഡലുകൾക്ക് ഈ പ്രശ്നങ്ങളില്ല, പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ എഥനോൾ റെട്രോഫിറ്റ് കിറ്റുകൾ ഉപയോഗിച്ച് എൻജിൻ പരിഷ്കരിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുന്നുമുണ്ട്. വാഹന ഉടമകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി E20 ഇന്ധനം അനുയോജ്യമായ വാഹനങ്ങളുടെ പട്ടിക പൊതുജനങ്ങൾക്ക് മുന്നിൽ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്.